പരിശുദ്ധ മുഹറം മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അത്ഭുതം നിറഞ്ഞ ഒരു സൂറത്ത് നമുക്ക് പരിചയപ്പെടാം. ഈ സൂറത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ പതിവായി ഓതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈമാനിന് അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കും. ഈമാൻ തെറ്റിപ്പോകുമോ എന്ന് ഭയപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അല്ലേ. നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി സൂക്ഷിച്ച് ഈ സൂറത്ത് പാരായണം ചെയ്താൽ, കൃത്യമായി മുടങ്ങാതെ കൊണ്ടുപോയാൽ നമ്മുടെ ഈമാനിന് പടച്ചവൻ പ്രൊട്ടക്ഷൻ തരും. അതുപോലെ തന്നെ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന്, പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പരിപൂർണ്ണ സുരക്ഷിതത്വം ലഭിക്കും. അതോടൊപ്പം അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സൂറത്ത് പതിവാക്കുന്നവർ എന്ത് ചോദിച്ചാലും അവർക്ക് ഹൈറായത് പടച്ച റബ്ബ് കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് സ്വാലിഹീങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. ഏതായാലും ആ സൂറത്ത് എന്താണെന്ന് പഠിക്കണം. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അർഹമുർ-റാഹിമായ തമ്പുരാൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി റാഹത്തായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എല്ലാവരുടെയും വിശേഷം എന്താണ്? സന്തോഷമല്ലേ? പുഞ്ചിരിച്ചുകൊണ്ട് നാഥനായ റബ്ബിനൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായ മനോഹരമായൊരു പ്രഭാതവും അതിനെ തുടർന്നൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സ് നീ നിലനിർത്തണയല്ല. ഇതിനുവേണ്ടി ഓടി നടക്കുന്നവരുണ്ട്, ഇതിൻ്റെ പിന്നണി പ്രവർത്തകരുണ്ട്, എല്ലാ ദിവസവും കൃത്യമായി മറ്റുള്ളവരിലേക്ക് ഇത് പങ്കുവെച്ചു കൊടുക്കുന്ന സഹോദരങ്ങളുണ്ട്. നീ ആരെയും കൈവിടല്ല റഹ്മാനെ. നിൻ്റെ ഹംദ് പറയാനാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ ഹംദ് കൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സമാധാനം ഞങ്ങൾക്ക് നീ നൽകണയല്ല, സന്തോഷമുള്ള ജീവിതം നൽകണയല്ല, പ്രതിസന്ധികളിൽ നിന്ന് കാവലേകണേ തമ്പുരാനെ. ഇന്ന് നമ്മൾ പറയുന്ന വിഷയത്തിലേക്ക് ഏതായാലും കിടക്കാം. ഇന്ന് വിശുദ്ധമായ മുഹറം മാസം, ഒരു പുതുവർഷം കടന്നു വന്നു, മുഹറം കടന്നു വന്നു. മുഹറം മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് കടന്നു വരികയാണ്. വെള്ളിയാഴ്ച ദിവസത്തിനും രാവിനൊക്കെ ഭയങ്കര പ്രത്യേകത ഉണ്ട് അല്ലേ. വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസങ്ങളുടെ രാജാവാണെന്ന് പറഞ്ഞൊരു സമയമാണ്. അപ്പോൾ ആ സമയത്തിന് വലിയ പ്രത്യേകതയുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഓരോ ദിവസവും മുഹറം മാസത്തിൽ നമ്മൾ ഒരുപാട് അദ്കാറുകളൊക്കെ ചൊല്ലിപ്പോരുന്നുണ്ട്. ഈ ദിവസം നമ്മൾ പ്രത്യേകമായൊരു സൂറത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നമ്മുടെ ഈമാനിന് കാവൽ വേണം അല്ലേ. ഈമാനിന് കാവൽ വേണ്ടേ? ഏത് നിമിഷമാണ് ഈമാൻ തെറ്റിപ്പോണത് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. ഏത് സെക്കൻഡിലും ഈമാൻ നഷ്ടപ്പെട്ടു പോകാം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മുസ്ലിമായി ജനിക്കുന്ന ആളുകൾ, മുസ്ലിമായി ജീവിക്കുന്നു, കുറേ കഴിയുമ്പോൾ ഏതൊക്കെയോ യുക്തിവാദികളുടെ പ്രസംഗം കേട്ട് ഈമാൻ തെറ്റിപ്പോയി അവസാനം കാഫിറായി മരിച്ചു പോകുന്നൊരവസ്ഥ. എന്തൊരു അപകടമാണിത്. ഇന്നലെയും ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, ഉസ്താദേ ഒരു യുക്തിവാദിയുടെ പ്രസംഗം ഞാൻ കേട്ടു, അതിൽ കുറേ റസൂലുള്ളാഹിനെ കുറ്റം പറയുന്നു, അങ്ങനെ പറയുന്നു, ഉസ്താദ് മറുപടി കൊടുക്കണം. ആരാ സഹോദരങ്ങളെ നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ പറഞ്ഞത്? ഇസ്ലാമിൽ നിങ്ങൾക്കറിവില്ലാത്ത വിഷയം, അത് പുത്തൻവാദിയുടേതാകട്ടെ യുക്തിവാദിയുടേതാകട്ടെ, വെറുതെ ഒന്ന് കേട്ട് നോക്കാമെന്ന് പറഞ്ഞു കേട്ടാൽ നമ്മുടെ ഈമാനിന് ഉറപ്പില്ല എങ്കിൽ, ആ വിഷയത്തിൽ നമുക്കറിവില്ല എങ്കിൽ നമ്മൾ വഴി പിഴച്ചു പോകും. കേൾക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ചെറുപ്പം മുതൽ ഇതൊക്കെ ഹറാമാണെന്ന് പറഞ്ഞു പഠിച്ചത്. ഖുർആനല്ലാത്ത മറ്റ് വേദങ്ങൾ, ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പണ്ഡിതന്മാരെ പഠിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ യുക്തിവാദിയുടെ പ്രസംഗങ്ങൾ, അതിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് കഴിയുന്ന ആളുകളെ കേൾക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈമാൻ തെറ്റിപ്പോവും. കേൾക്കാൻ പോകരുത്. തനിച്ച ഹറാമാണ്. അറിവില്ലാത്തവർക്കത് തനിച്ച ഹറാമാണ്. അതും പുത്തൻവാദിയുടെ തന്നെ. അവരും ഇസ്ലാമല്ലേ പറയണേ, പോയി ലാസ്റ്റ് ഏറ്റവും വലിയ ബിദ്അത്തിലേക്ക് ളാലിലും മുദില്ലുമായി മാറുന്ന അവസ്ഥ ഉണ്ടാവും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈമാനിന് ബലം വേണം അല്ലേ. ഈമാനിന് ബലം വേണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും എപ്പോഴും ദുആയിരുന്നിരുന്നു, അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വ അൽഹിഖനി ബിസ്സാലിഹീൻ. പടച്ചവനെ എന്നെ മുസ്ലിമായി മരിപ്പിച്ച്, അല്ലെങ്കിൽ അല്ലാഹുമ്മ തവഫന മുസ്ലിമൻ വ അൽഹിഖന ബിസ്സാലിഹീൻ, ഞങ്ങളെ മുസ്ലിമായി മരിപ്പിച്ച് സ്വാലിഹീങ്ങളുടെ കൂടെ ചേർക്കണേ എന്നിങ്ങനെയുള്ള ധാരാളം ദുആകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഈമാനിന് വേണ്ടി ദുആയിരുന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ദ്വാരക്കണം. എപ്പോഴും അള്ളാഹിനോട് കൈ ഉയർത്തണം, അള്ളാഹുവിലേക്ക് കൈ ഉയർത്തണം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ എല്ലാ നിസ്കാരത്തിലും ഓതുമല്ലേ. മനസ്സറിഞ്ഞുകൊണ്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം പറയണം. നേരായ പാതയിൽ ഒരുമിക്കാൻ, അവസാനം വരെ, മരണം വരെ ഈമാനികമായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. അതും ഈ ഒരു മുഹറം മാസത്തിലെ, മുഹറം അള്ളാൻ്റെ മാസമാണല്ലോ, ഈ അള്ളാൻ്റെ മാസത്തിലെ പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ച രാവ്, അവസാനത്തെ വെള്ളിയാഴ്ച രാവ് വരുമ്പോൾ നമ്മുടെ ഈമാനിന് കാവൽ ലഭിക്കാൻ മനസ്സറിഞ്ഞൊരു സൂറത്ത് നമുക്ക് ഓതാനുണ്ട്.
ഈമാൻ കാര്യങ്ങൾ എത്രയാണ്? 5 6 അല്ലേ? 6 കാര്യങ്ങളുണ്ട് അല്ലേ? ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസം. കുറേ ആളുകൾക്ക് അള്ളാഹുവിൽ തന്നെ വിശ്വാസമില്ല. ചില ആളുകൾ വിശ്വസിക്കുന്നത് അള്ളാഹു ആകാശത്താണെന്നാണ്, അള്ളാഹു കസേരയിലിരിക്കുകയാണെന്നാണ്, അള്ളാഹുവിന് 2 കൈയുണ്ട് എന്നാണ്, 2 കൈയും വലത്തെ കൈയാണെന്നാണ്, അള്ളാഹുവിന് ചന്തിയുണ്ട് എന്ന് പോലും ചില വിഭാഗങ്ങൾ എഴുതി വെച്ചു. അള്ളാഹുവിനെ ജനമധ്യത്തിൽ പരിഹസിക്കുക, കയ്യും കാലും രൂപവുമുള്ളതായി അള്ളാഹുവിനെ കണക്കാക്കുന്ന ചില ഏറ്റവും മോശമായ ആളുകളുണ്ട്. നമുക്കിടയിലൊക്കെ അവർ ജീവിക്കുന്നുണ്ട്. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ഹിദായത്ത് അള്ളാഹ് ഉദ്ദേശിക്കണ്ടില്ലെങ്കിൽ അവരുടെയൊക്കെ ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിലുള്ള വിശ്വാസം ക്ലിയറാക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്. അല്ലാഹു സ്വമദ്, അവൻ നിരാശ്രയനാണ്. എല്ലാവരും അവനിലേക്കാണ് ആശ്രയിക്കേണ്ടത്, അള്ളാഹ് ഒരാളിലേക്ക് ആശ്രയിക്കൂല. ലം യലിദ് വലം യൂലദ്, പ്രസവിച്ചിട്ടുമില്ല പ്രസവിക്കപ്പെട്ടതുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യനായി സാദൃശ്യപ്പെടുന്ന ഒന്നുമില്ല, ഒരാളുമില്ല. അള്ളാഹു ഏകനാണ്. അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം അത് ഉറപ്പിക്കുക, റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം. രണ്ടാമത്തേത് അഷ്റഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം, മറ്റുള്ള എല്ലാ മുർസലീങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം അല്ലേ? അംബിയ മുർസലീങ്ങളിലുള്ള വിശ്വാസം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കണം, മറ്റുള്ള നബിമാരിൽ വിശ്വസിക്കണം. ഈസാ നബിയുണ്ട്, മൂസാ നബിയുണ്ട്, എല്ലാ നബിമാരിലും ഖുർആനിൽ പറഞ്ഞതും അല്ലാതെയുള്ള എല്ലാ നബിമാരിലും നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത് മലക്കുകൾ, അള്ളാഹുവിന് മലക്കുകളുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം. മലക്കുകളുണ്ട് പടച്ചോൻ, അത് കൃത്യമായി നെസ്സായ കാര്യമാണ്, അത് ഉറച്ച് വിശ്വസിക്കുക. നാലാമത്തേത് കിതാബുകൾ, അള്ളാഹുവിൻ്റെ വേദങ്ങൾ, 4 വേദങ്ങൾ, മറ്റ് ഏടുകളും അള്ളാഹുവിനുണ്ട്, ഇതൊക്കെ കൃത്യമായി ഉണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുക. അഞ്ചാമത്തേത് ഖിയാമത്ത് നാളിലുള്ള വിശ്വാസം. ഖിയാമത്ത് നാൾ സംഭവിക്കും, ഒരുപക്ഷെ അതിൻ്റെയൊക്കെ അടയാളങ്ങളായിരിക്കും നമ്മളിങ്ങനെ കാണുന്നത്. ഒരുപാട് അടയാളങ്ങൾ നമ്മൾ കണ്ടു. സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ, വലിയ അദാബുകൾ അല്ലെങ്കിൽ വലിയ അടയാളങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊന്ന്, എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയോടെന്നാ നമ്മളിൽ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് നന്മയൊക്കെ അള്ളാഹുവിൽ നിന്ന്, തിന്മയൊക്കെ പിശാചിൽ നിന്ന്. അല്ലല്ല, ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണ്, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ്. പിശാചിനെ ചില കാര്യങ്ങൾ തിന്മയിൽ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തതാണ്, അല്ലാതെ അള്ളാഹു റബ്ബുൽ ആലമീൻ അതിൽ പങ്കില്ല എന്ന് വിശ്വസിച്ചാൽ നമ്മുടെ ഈമാൻ തന്നെ ശരിയല്ല. എല്ലാ നന്മയും എല്ലാ തിന്മയും അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. എല്ലാ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ നമുക്ക് കലിമ ചൊല്ലി മരിക്കാൻ പറ്റണം, വേണ്ടേ? മരിക്കണ സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്രയെത്ര മഹാന്മാരായ സ്വാലിഹീങ്ങൾ ഈ അള്ളാഹുവിൻ്റെ റാത്തീബ് ചൊല്ലുന്ന, അദ്കാറുകൾ ചൊല്ലുന്ന, മഹാന്മാരുടെ മൗലിദ് ചൊല്ലുന്ന, മുത്തുനബിയുടെ മൗലിദ് ചൊല്ലുന്ന എല്ലാ മഹാന്മാരും മരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ്. ഇതിനെയൊക്കെ ചീത്ത പറഞ്ഞ് കളിയാക്കി നടക്കുന്നവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ സൗഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈമാനിൽ അള്ളാഹു ബലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വിട പറയാൻ കഴിയണം. ഇബ്ലീസിനെ കണ്ടിട്ടില്ലെങ്കിൽ, ഇബ്ലീസിന് അറിവുണ്ടായിരുന്നു, പക്ഷേ അഹങ്കാരം കൂടിപ്പോയി അള്ളാഹുവിൻ്റെ നബിയെ ബഹുമാനിക്കാത്തത് കൊണ്ട് തന്നെ പടച്ചോൻ അവനെ കാഫറാക്കി കളഞ്ഞു. അവൻ കാഫിരികളുടെ നേതാവായി, ഏറ്റവും വലിയ ഇസ്ലാമിൻ്റെ ഈമാനിൻ്റെ ശത്രുവായി പിശാച് മാറി. അവൻ്റെ അനുയായികളാകണോ നമ്മൾ? വേണ്ടല്ലോ, നമുക്ക് മുത്തുനബിയുടെ അനുയായികളായ പോരെ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ, അല അദുല്ലുക്കും അല കലിമാത്തിൻ തുൻജീക്കും മിനൽ അശ്റാക് ബില്ലാഹ്, നിങ്ങൾക്ക് ഞാൻ കുറച്ച് വാക്കുകൾ പഠിപ്പിച്ചു തരട്ടെ. ഈ വാക്കുകൾ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് അത് നിങ്ങളെ കാക്കും. അതായത് അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, അമ്പലത്തിൽ പോകുന്നവർ, ക്രിസ്ത്യൻ ചർച്ചിൽ പോകുന്നവർ, ഏതായിക്കോട്ടെ, അവർക്ക് അവരുടെ വിശ്വാസം, നമുക്ക് നമ്മുടെ വിശ്വാസം. നമ്മളതിനെ ചീത്ത പറയാനോ കുറ്റം പറയാനോ നമ്മൾ പോകേണ്ടതില്ല. ഏതായാലും ഓരോരുത്തർ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ നിന്ന് മാറി നിങ്ങളുടെ ഈമാനിന് പ്രൊട്ടക്ഷൻ വേണോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ, ബലാ യാ റസൂലല്ലാഹ്, തീർച്ചയായും ഏതാണ് ആ കലിമത്ത് ഞങ്ങൾക്ക് പറഞ്ഞുതരുമോ? ഹബീബായ തങ്ങൾ പറയാം, നിങ്ങൾ ഓദിക്കോ, കുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓദിക്കോളൂ എന്ത മനാമിക്കും. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓതാറുണ്ടല്ലേ. ആയത്തുൽ കുർസി ഓതും, ഖുൽ ഹുവല്ലാഹു അഹദ്, ഫലക്ക്, നാസ് ഓതും, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ചൊല്ലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. ഇതൊക്കെ നമ്മൾ ചൊല്ലാറുണ്ട്. അക്കൂട്ടത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതണേ എന്നാണ്. യാ അല്ലാഹ്, ഇത് നിത്യമായിട്ട് കൊണ്ടു നടക്കുന്നവരുടെ ഈമാനിന് വല്ലാത്തൊരു ബലം. ഈമാൻ തെറ്റിപ്പോകുന്നിടത്തേക്ക് അവർക്ക് പോകാൻ പറ്റില്ല, ഈമാൻ തെറ്റിക്കാൻ ആർക്കും പറ്റില്ല. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് വല്ലാത്തൊരു മഹത്വം കൊടുക്കുന്നതാണ്, വല്ലാത്തൊരു പവർ, വല്ലാത്തൊരു കാവൽ പടച്ചറബ് കൊടുക്കും. ഏതാണ് സൂറത്ത്? നമുക്ക് നോദിയാലോ. അല്ലാഹു റബ്ബുൽ ആലമീൻ പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ കാഫിറൂൻ അറിയാത്ത ആളുകളില്ലല്ലോ, എല്ലാവർക്കും പരിചിതമായ സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ
അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. അല്ലാഹ് സുബ്ഹാനല്ലാഹ്. മനോഹരമായ സൂറത്ത്. കാഫിറുകൾക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം. അല്ലാതെ മറ്റുള്ളവരുടെ മതത്തിൽ പോയി എന്തെങ്കിലും ചെയ്താലാണ് മതേതരത്വം എന്ന് ചിന്തിക്കേണ്ട. ഓണം വരുമ്പോൾ ഓണപ്പൂക്കളിട്ടാലേ ഞങ്ങൾ മതേതരന്മാരാകൂ എന്നൊന്നുമില്ല. അങ്ങനെയല്ല. നമ്മൾ മറ്റുള്ളവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നമ്മൾ പോകേണ്ട കാര്യമില്ല. മതേതരത്വം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വിശ്വാസം, നമുക്ക് നമ്മുടെ വിശ്വാസം. അവരുടെ വിശ്വാസത്തിലേക്ക് നമ്മൾ ഇൻ്റർഫിയർ ചെയ്യേണ്ട. തിരിച്ചും അങ്ങനെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണവും സ്നേഹമൊക്കെ ഉണ്ടാകണം. അവരുടെ ആരാധനകൾ കൃത്യമായി അനുഷ്ഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അതുപോലെ തിരിച്ചും അങ്ങനെയാണെങ്കിൽ, അങ്ങനെയായിരുന്നു നമ്മുടെ നാട്. ഇപ്പോൾ അതിനൊക്കെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. പരസ്പരം പോരടിക്കുക, തമ്മിലടിക്കുക. അള്ളാഹു ഈ നാട്ടിൽ എന്നെന്നും സമാധാനം നിലനിർത്തുമാറാകട്ടെ. ഈ സൂറത്തിനെ കുറിച്ച് അഷ്റഫുൽ ഹൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് റുബുഉൽ ഖുർആനാണെന്നാണ്. ഖുർആനിൻ്റെ 4/1. 4 തവണ ഈ സൂറത്ത് ഓതി കഴിഞ്ഞാൽ ഖുർആൻ ഖത്മ് തീർത്തതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമെന്നാണ്. പടച്ച റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരു സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ ഇഖ്ലാസ്. അത് സുലുസുൽ ഖുർആനാണ്. ഖുർആനിൻ്റെ 1/3 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പാരായണം ചെയ്താൽ ഖത്തം തീർത്ത കൂലിയാണ്. അതുകൊണ്ടാണ് ഉസ്താദ്മാരൊക്കെ എവിടെയെങ്കിലും പോയാൽ ഒരു പരിപാടിയിൽ അൽ ഫാത്തിഹ വിളിക്കുമ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം 3 തവണ ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതും. എന്തുകൊണ്ടാണ്? ഖുർആൻ മുഴുവനും ഓതിയതിൻ്റെ കൂലി അത് മരണപ്പെട്ടവർക്കും ആർക്കും ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഈ സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ പിശാജ് വിരണ്ടോടും. നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഇത് ഓടുക, അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഓതുക. നമ്മളിൽ നിന്ന് പിശാച് മാറി നിൽക്കും എന്നാണ്. അതുപോലെ തന്നെ മലക്കുകളുടെ കാവൽ നമുക്ക് ലഭിക്കും. രാത്രിയിൽ ഉടനീളം മലക്കുകൾ നമുക്ക് കാവൽ തരും. മലക്കുകളുടെ ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ടാവും. അതുപോലെ തന്നെ അല്ലാഹു റബ്ബുൽ ആലമീൻ ദുആ ചെയ്ത് എന്ത് ചോദിച്ചാലും അള്ളാഹു തരുന്ന നിലയിലേക്ക് നമ്മുടെ ഈ ഈമാനിനൊരു പവർ പടച്ച റബ്ബ് നൽകും എന്നുള്ളതാണ്. ഈ 2 സൂറത്തുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ചില പ്രത്യേക സൂറത്തുകളൊക്കെ പറഞ്ഞ് സുന്നത്ത് നിസ്കാരമുണ്ട്, ഇനി ഒന്നും പറയാത്ത സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഉണ്ട്. ഇനി പ്രത്യേക സൂറത്തുകളൊന്നും അറിയില്ലെങ്കിൽ ഏറ്റവും നല്ലത് 1-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും 2-ാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുമാണ്. അറിയുന്നവരത് ഓതുക എന്നുള്ളതാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ 2 സൂറത്ത് ഒരു ദിവസം ഓതി, ഈ സൂറത്ത് പതിവായി എല്ലാ ദിവസവും 2 സൂറത്തുകൾ ഇത് ഓതുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ മരണപ്പെട്ടാൽ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റും. അങ്ങനെയുള്ള ജീവിതം കൂടെ ആയിരിക്കണം കേട്ടോ നമുക്ക്. വെറുതെ സൂറത്ത് മാത്രം ഓതും, എല്ലാ തോന്നിവാസം കാണിക്കുക, അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ കൃത്യമായിട്ട് ജീവിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കില്ലയോ നമുക്കറിയില്ല. നമ്മുടെ ഈമാൻ്റെ തോത് എത്രയാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ അമലുകളും ചെയ്യണതോടൊപ്പം ഈ 2 സൂറത്തുകൾ ഒരു മനുഷ്യൻ പതിവാക്കിയാൽ, ഏതൊക്കെയാണ്? സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ കാഫിറൂനയും പതിവാക്കി കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടും. അവൻ്റെ ഹിസാബില്ലാതെ അവന് സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് പ്രത്യേകിച്ച് വ്യാഴാഴ്ച കൂടെയാണ്. അപ്പോൾ നാളെ വെള്ളിയാഴ്ച സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അശർ കഴിയുമ്പോൾ തന്നെ നമ്മൾ റെഡിയാവുക. ഒന്ന് സൂറത്തുൽ കഹഫ് നമുക്ക് ഇന്ന് രാത്രി ഓതാൻ പറ്റിയ അത്രയും നല്ലത് ഓതി വെക്കുക. അതുപോലെ അശർ കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് നമ്മുടെ രോമങ്ങൾ, ശരീരത്തിലുള്ള മീശ വെട്ടുക, അതുപോലെ തന്നെ താടി ക്ലിയറാക്കുക. സ്ത്രീകളാണെങ്കിൽ അങ്ങനെ രോമങ്ങളൊക്കെ വെട്ടി ഒതുക്കുക. എല്ലാം ഭംഗിയാക്കാൻ പറ്റുന്ന, വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ്. പുരുഷന്മാർക്ക് പള്ളിയിൽ പോകാനുള്ള വസ്ത്രങ്ങൾ റെഡിയാക്കുക. സ്ത്രീകൾക്ക് പിറ്റേന്ന് കുളിച്ചൊക്കെ നല്ല വസ്ത്രം ധരിക്കണമെങ്കിൽ അതിനൊക്കെ വേണ്ടി റെഡിയാക്കി വെക്കുക. പിറ്റേന്നെല്ലാം കൂടെ തിരക്ക് പിടിച്ച് ഓടരുത്. നമുക്ക് സ്വലാത്തിലും മറ്റ് ഇബാദത്തുകളും കൊണ്ട് ധന്യമാക്കേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. എല്ലാം വ്യാഴാഴ്ച അസർ കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കുക, നഖം മുറിക്കുക, അങ്ങനെയുള്ള ഒരുപാട് നന്മകളൊക്കെ ചെയ്തു വെക്കുക. എല്ലാം കഴിഞ്ഞ് വെള്ളിയാഴ്ച വരുമ്പോഴേക്ക് ഇഖ്ലാസുള്ളൊരു മനസ്സോടുകൂടെ വെള്ളിയാഴ്ച രാവ് മുതൽ വെള്ളിയാഴ്ചയുടെ പൂർത്തീകരണ ദിവസം ആ സമയം വരെ നമുക്ക് ഇബാദത്തിലായി അള്ളാഹു തൃപ്തിപ്പെടുന്നതിലായി മുഴുകാൻ കഴിയണം. പടച്ച റബ്ബ് അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ മുഹറം മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി മജ്ലിസ് സംഘടിപ്പിക്കണം. വേണ്ടേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ മജ്ലിസായിട്ട് പോവുള്ളൂ. നിങ്ങളാരും കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എപ്പോഴും മജ്ലിസ് നടത്താത്തത്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിക്കട്ടെ. ഇന്നത്തെ ചോദ്യം ഇതാണ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മിഅ്റാജ് യാത്രയിൽ ബൈത്തുൽ മുഖദ്ദസിൽ വന്നപ്പോൾ ഒരു നബി ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുന്നതായിട്ട് കണ്ടു. ഒരു നബി
ഖബർ, ഈ നബിമാരൊക്കെ മണ്ണോട് മണ്ണാവും എന്നുള്ളതൊക്കെ അന്ധവിശ്വാസം കേട്ടോ. അവർ ഖബറിൻ്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുന്നതായിട്ടൊരു നബിയെ കണ്ടു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഏതാണ് ആ നബി? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പിതാവിന് ലങ്സിന് പ്രോബ്ലമാണ്, അള്ളാഹു റബ്ബുൽ ആലമീൻ ശിഫയാക്കി കൊടുക്കട്ടെ. പിന്നെ ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട്, നമുക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ എനിക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ശിഫയാക്കി തരണം. നമ്മളങ്ങനെ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് മോശമാണെന്നൊന്നും ചിന്തിക്കേണ്ട. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് ഷിഫ ഓപ്പറേഷനിലൂടെ ആയിരിക്കും. ഇപ്പോൾ ഹൈർ എന്താണ്? അള്ളാഹു റബ്ബുൽ ആലമീൻ ഓപ്പറേഷനാണ് ഹൈറെങ്കിൽ അങ്ങനെ ആക്കട്ടെ, പടച്ചവനതി അത് ഹൈർ ഏതാണെന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ടെൻഷനും, ഓപ്പറേഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ലങ്സിന് പ്രോബ്ലമാണ്, ഉപ്പാക്ക് സർജറി വേണ്ടി വരുമെങ്കിൽ ഹൈറായ നിലക്ക് അത് പൂർത്തീകരിച്ച് നല്ലൊരു ജീവിതം അദ്ദേഹത്തിന് ലഭിക്കുന്ന നിലയിലേക്ക് അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ. ഓപ്പറേഷൻ ഇല്ലാണ്ടായതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് നന്മയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ചില ഘട്ടങ്ങളിൽ നമുക്ക് ഓപ്പറേഷൻ അത്യാവശ്യമാണ്. ആ സമയത്ത് ഓപ്പറേഷൻ മോശമാണെന്ന് ആരും ചിന്തിക്കേണ്ട. മോശമല്ല, ചില ഘട്ടങ്ങളിൽ അത്യാവശ്യമായി വരുമ്പോൾ അള്ളാഹു അത് ഹൈറാക്കി തരാൻ ദുആ ചെയ്യുക. അള്ളാഹു അതൊക്കെ സലാമത്താക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, നീ ഞങ്ങളുടെ സദസ്സ് സ്വീകരിക്കണേ അല്ലാ. ഈ പ്രഭാതവേളയിൽ, ഈ പരിശുദ്ധമായ ദിനത്തിൽ നിൻ്റെ മുന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ, ഹംദ് പറഞ്ഞുകൊണ്ട് ഉയർത്തുന്ന കരങ്ങളെ നീ ഹായിബാക്കല്ലേ അല്ലാ. റഹമുറാഹിമായ റബ്ബെ, ഈ സദസ്സിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എത്രയോ പേരാണ്. അസുഖബാധിതരുണ്ട്. യാ റബ്ബന, എല്ലാവർക്കും നീ പരിപൂർണ്ണ സൗഖ്യം നൽകണേ തമ്പുരാനെ. കുടുംബത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. യാ റബ്ബന, ജീവിതത്തിൽ പല പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞവർ എല്ലാ പ്രതിസന്ധികളും ഈ ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കണേ അല്ലാ. ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഈ സദസ്സ് കണ്ട് വീക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പല നാട്ടിലുമുണ്ട്. യാ റബ്ബന, എല്ലാവർക്കും ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ കാവലേകണയല്ല, നീ കാവലേകണയല്ല. അർഹമുറാഹിമായ റബ്ബെ, ലൈസൻസ് ടെസ്റ്റിന് പോവാണ് ഉസ്താദെ എന്നറിയിച്ചവരുണ്ട്. അതുപോലെ വിസയ്ക്ക് വേണ്ടി, പാസ്പോർട്ടിന് വേണ്ടി, അഖാമക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ നൽകണയല്ല, ഖൈർ നൽകണയല്ല, ഖൈർ നൽകണയല്ല. അർഹമുറാഹിമായ കരുണക്കടലായ റഹ്മാനായ റഹീമായ റബ്ബെ, ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല, മക്കളെ നന്നാക്കണയല്ല, ഐക്യം നിലനിർത്തണയല്ല, പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണയല്ല, എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണയല്ല. യാ റബ്ബന, കടങ്ങൾ നീ ഏറ്റെടുക്കണയല്ല, കടക്കാരനായി മരിപ്പിക്കല്ലേയല്ല, പ്രവാസികൾക്ക് ബറക്കത്ത് ചെയ്യണയല്ല. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണയല്ല. ജീവിതത്തിലുടനീളം ഖൈറും ബറക്കത്തും നൽകണയല്ല. പെട്ടെന്നുള്ള മരണം നൽകല്ലേയല്ല, പെട്ടെന്നുള്ള വിടവാങ്ങൽ നൽകല്ലേയല്ല. ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വാഅത്തിലായി നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്തും റഹമത്തും നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് ഈ സ്വബാഹുൽ ഖൈറിനെ സ്നേഹിക്കുന്ന സകലരെയും അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.